നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. കാരണം വേറെ കുറച്ച് തിരക്കുകളുള്ള കാരണം വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ എലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് ന്യൂസിൽ കണ്ട ഒരു കാര്യമാണ്. എനിക്കിത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഓക്കെ, ഞാൻ പറയാൻ ഇന്ന് പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വായിച്ചത്, എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ബംഗാളിൽ BLO ജീവനൊടുക്കി, തമിഴ്നാട്ടിലും ആത്മഹത്യാ ശ്രമം, രാജസ്ഥാനിൽ ഹൃദയാഘാതം മൂലം മരണം. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ഗവൺമെന്റ് ജോലിയുടെ സമ്മർദ്ദം കൊണ്ട്. എന്യൂമറേഷൻ ഫോം ഒരു ദിവസം തന്നെ 200 ആപ്ലിക്കേഷൻ കമ്മീഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്ന ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഒരാൾ അമിതമായ ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. എനിക്കിത് കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. വിഷമമല്ല, ആദ്യമേ ദേഷ്യം തോന്നി, പിന്നെ വിഷമം തോന്നി. കാരണം നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെയധികം മോശമാണ്. കാരണം എല്ലാം നമ്മൾ നെഗറ്റീവ് ചെയ്യുന്നതൊക്കെ വളരെ പബ്ലിസിറ്റിയും, നല്ല കാര്യം ചെയ്യുന്നതൊന്നും പബ്ലിസിറ്റി ഇല്ലാതെയും വരുന്ന കാലമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ കാര്യം ഞാനിത് അങ്കണവാടി ജീവനക്കാരിയാണ് അമിതമായി ഗുളിക കഴിച്ച് അപകടത്തിൽ തരണം ചെയ്തു. പിന്നെ അത് മാത്രമല്ല, വേറെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ശബരിമലയുടെ കാര്യം. ശബരിമലയിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു പോലീസുകാരൻ ഒരു അയ്യപ്പനെ, എന്ന് വെച്ചാൽ ശബരിമലയിൽ വരുന്ന എല്ലാ സ്വാമിയും അയ്യപ്പന്മാരാണ്. അയ്യപ്പനെ, ആ ഒരു സ്വാമിയെ തള്ളി മാറ്റി ഇടിക്കുകയാണ് ശരിക്കും. സത്യം പറഞ്ഞു, ഇടിയാണ് അവിടെ. അവിടെ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയുന്നില്ല. തള്ളുക, ഇടിക്കുക, കഴുത്ത് പിടിച്ച് ഞെരിക്കുക, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഒരു അമ്പലമാണത്, അല്ലാണ്ട് അതൊരു ഒരു ഒരു ഗുസ്തി കാണാൻ പോകുന്ന സ്ഥലമല്ല അത്. അതൊരു അമ്പലമാണ്. പിന്നെ ഇത് വേറൊരു അമ്പലങ്ങളിലും ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം വിഷമമല്ല, ശരി ദേഷ്യമാണ് തോന്നുന്നത്, വിഷമമല്ല തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട് കലികാലത്തിന്റെ ഒരു 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 ചുറ്റും കലികാലമാണ്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ചെറു പ്രാണികളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കേരളം. സത്യം പറഞ്ഞു, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. നമ്മൾ എന്തൊക്കെ സമ്പാദിക്കുന്നു, നമ്മൾ എത്ര വലിയ ആളായാലും, എത്ര വലിയ ധനികനായാലും, ഒരു വണ്ടി വന്ന് തട്ടിയാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളതൊക്കെ, അല്ലേ? ചില ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. മുറ്റത്ത് നിൽക്കുന്ന ആൾ തലയിൽ വീണ് ആൾ മരിക്കുന്നു. നമുക്ക് ആർക്കും എന്തും സംഭവിക്കാം. ഓക്കെ, നമ്മൾ കുറെ കാശുണ്ടാക്കുന്നു എന്നതല്ല, ആത്മീയമായ ജീവിതശൈലിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ആളുകൾ സ്നേഹിച്ചും സൗഹൃദം പങ്കിട്ടുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ കാശിന് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല ഒരു ജീവിതം. മനസ്സിലായോ? സ്വാമി ശരണം. ഇനി ഞാൻ വേറെ കാര്യങ്ങൾ പറയാം. ഓക്കെ.